നമസ്കാരം. എല്ലാവർക്കും ജെസ്സിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഒരു ഡക്ക് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ ഡക്ക് റോസ്റ്റ് നമുക്ക് അപ്പത്തിൻ്റെയോ ചോറിൻ്റെയോ അല്ലെങ്കിൽ ചപ്പാത്തിൻ്റെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഡക്ക് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഡക്ക് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 കിലോ ഉള്ള ഒരു ഫ്രോസൺ ഡക്കാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഞാനിതിൻ്റെ സ്കിന്നൊന്നും കളയാതെ ഇതെടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ 2 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഈ വലുപ്പത്തിൽ ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു 30 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു സവാള എടുത്തിട്ടുണ്ട്. സവാളയ്ക്ക് പകരമായിട്ട് നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി കൂടുതലുണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഡക്ക് റോസ്റ്റിനുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 7 ഏലക്ക എടുത്തിട്ടുണ്ട്. ഒരു 8 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്. ഒരു സ്റ്റാർ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. 1.5 ടീസ്പൂൺ പെരുംജീരകം എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 4 കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഡക്ക് റോസ്റ്റിന് ഞാൻ കുരുമുളകിൻ്റെ എരിവാണ് കേട്ടോ കൂടുതൽ ചേർക്കുന്നത്. ഞാനൊരു 5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ തേങ്ങ ചിരണ്ടിയിട്ട് അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് ഒറ്റയൊരു പാല് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. 2 ടേബിൾ സ്പൂൺ വിനെഗർ വേണം. നമുക്ക് ഈ ഡക്ക് റോസ്റ്റിൻ്റെ മസാലകളെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി പൊടിച്ചെടുക്കണം കേട്ടോ. അതുപോലെ തന്നെ മിക്സീൻ്റെ ഒരു ചെറിയ ജാറിൽ നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കണം. ചൂടായ പാനിലേക്ക് ഞാൻ ഈ മസാലയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് തന്നെ ഞാൻ ഈ എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കേട്ടോ. ഇത് നമുക്കൊന്ന് ചൂടാക്കിയിട്ട് ഇതെല്ലാം കൂടി ഒന്നിച്ച് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഞാനൊരു സവാളയും ഒരു 10 ചെറിയ ഉള്ളിയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഉള്ളി നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഞെരടിയിടണം. ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാനൊരു 2 ടീസ്പൂൺ ഇതിലേക്ക് ചേർക്കുകയാണ്. അതുപോലെ നമ്മൾ ഇപ്പം വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് മസാലയും കൂടി ഞാൻ ഈ കുക്കറിലേക്ക് ഇടുകയാണ്. മസാല ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഈ മസാലയിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കഴുകി വെച്ചിരിക്കുന്ന ഡക്കിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളിതൊരു 1 മണിക്കൂർ വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ആ സമയം കൊണ്ട് നമ്മുടെ ഈ ഡക്കിലേക്ക് മസാലയൊക്കെ ഒരുവിധം പിടിച്ചിരിക്കും. ഡക്ക് ഇപ്പോൾ 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്തു കേട്ടോ. ഇതിലേക്ക് ഞാനൊരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിലെടുക്കാം കേട്ടോ. ഇത് നാടൻ ഡക്കല്ല. നാടൻ ഡക്കാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ 2-3 വിസിലൊക്കെ എടുക്കേണ്ടി വരും. ഒരു വിസിൽ കൊണ്ട് നമ്മുടെ ഈ ഡക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള മസാലകളൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ചൂടായ പാനിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ബാക്കിയുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിൻ്റെയും പച്ചമണമൊക്കെ മാറുന്നവരെ നമുക്ക് എണ്ണയിൽ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒരുവിധം നന്നായിട്ട് മൂത്ത് വന്നു കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ബാക്കിയുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ ബാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി മുഴുവൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഉള്ളി നമുക്ക് ഇതിൽ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഉള്ളി പെട്ടെന്ന് വാടി വരാൻ വേണ്ടി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഡക്ക് കുക്കറിൽ മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നിട്ട് ഞാൻ ഓഫാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നു അല്ലേ. ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച ബാക്കിയുള്ള മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ മസാലപ്പൊടി നമ്മുടെ ഉള്ളിയിലിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. തീ കുറച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഈ നമ്മൾ വേവിച്ച ഡക്ക് ഒരു വിസിൽ കൊണ്ട് തന്നെ ഒരുവിധം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ.
ഇനി നിങ്ങൾക്ക് നോക്കിയാൽ ഇപ്പോൾ ഞാനിതിൻ്റെ തോലോട് കൂടി എടുത്തതുകൊണ്ട് നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഇതിൻ്റെ നെയ്യ് ഇങ്ങനെ തെളിഞ്ഞിരിക്കുന്ന കാണാൻ പറ്റുന്നുണ്ടല്ലേ. ഈ നെയ്യ് നമുക്ക് ഒരു സ്പൂൺ കൊണ്ട് മാറ്റിക്കളയണം. നമുക്ക് ആവശ്യമില്ല. ഇത് കളഞ്ഞിട്ട് ബാക്കിയുള്ളത് നമുക്ക് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. ഇപ്പം നമ്മുടെ ഡക്കിൻ്റെ മുകളിൽ നിന്ന് ഞാൻ നെയ്യ് കുറേ മാറ്റിക്കളഞ്ഞു കേട്ടോ. നമ്മുടെ ഡക്ക് വേവിച്ചപ്പോൾ ഉള്ള കുറച്ച് വെള്ളമുണ്ട്. ആ വെള്ളം വേണം നമുക്ക് ആദ്യം ഈ മസാലയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. നമുക്ക് തീ ഹൈ ഫ്ലെയിമിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം. ഈ ഗ്രേവീൻ്റെ ഉപ്പും എരിവൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. എരിവ് കുറവാണെങ്കിൽ നമുക്ക് കുരുമുളക് പൊടി ചേർത്താൽ മതി. ഇപ്പോൾ ഇതിന് എരിവും ഉപ്പൊക്കെ നല്ല പാകത്തിനുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഡക്കിൻ്റെ കഷ്ണങ്ങളും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഡക്കിൻ്റെ കഷ്ണങ്ങളൊക്കെ ഈ മസാലയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഒരുപാട് ഇങ്ങനെ സ്പൂണിട്ട് ഇളക്കാണ്ട് നമുക്ക് ഈ പാത്രം ചുറ്റിച്ച് തന്നെ മിക്സ് ചെയ്യാൻ പറ്റും. പുളിക്ക് വേണ്ടി കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഈ വെള്ളം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ ഡക്കിൻ്റെ വെള്ളമൊക്കെ വറ്റി മസാലയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കേട്ടോ. ചെറിയതായിട്ട് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. കണ്ടില്ലേ ഇതിൻ്റെ കളറൊക്കെ കണ്ടില്ലേ, നല്ല ഡാർക്ക് ഒരു ബ്രൗൺ കളറിൽ നമുക്ക് ഡക്ക് റോസ്റ്റ് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. വീണ്ടും നല്ലൊരു വീഡിയോ കൊണ്ട് നമുക്ക് കാണാം. താങ്ക് യു.